നീ മനഃപൂർവ്വം ഇട്ടിട്ട് വന്ന ഇവിടെ ഇവിടുത്തെ ജോലിക്കാരിയാന്ന് പറയും. കറക്റ്റ് ഡ്രസ്സും ദാണ്ട് അവരുടെ കൂട്ട്. അപ്പൊ ഇന്ന് നമ്മളാണേല് കോഴഞ്ചേരി വരെ പോകാൻ വേണ്ടി ഇറങ്ങിയതാ. അപ്പൊ നമ്മള് അലീനെ കൂടെ കൂട്ടിക്കൊണ്ടാണ് ഇന്ന് പോകുന്നത്. അപ്പം അവിടെ വീട്ടിലോട്ട് പോവാണ് അവളെ വിളിക്കാൻ വേണ്ടി. കല്യാണമൊക്കെ അടുത്ത് വരുന്നു. അപ്പോൾ ഹെയറേ വെക്കാൻ വേണ്ടി കുറച്ച് ആക്സസറി നമ്മൾ മേടിക്കാനുണ്ട്. അത് മേടിക്കാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. നമ്മൾ പത്തനംതിട്ട റാന്നിയൊക്കെ പോയി നോക്കി, പക്ഷേ ഉദ്ദേശിച്ച സാധനം ഇതുവരെയും കിട്ടില്ല. അപ്പോൾ കോഴഞ്ചേരി ഒരു കടയുണ്ട്, അപ്പോൾ അവിടെ കൂടെ പോയി നോക്കാൻ ഓർത്തു. അങ്ങനെ ഇറങ്ങിയതാണ്. പിന്നെ അതുകൂടാതെ ഇന്ന് മാരാമൺ കൺവെൻഷൻ തുടങ്ങുന്ന ദിവസം അലീനയ്ക്ക് ഈ വേഗം പോകണമെന്ന് പറഞ്ഞായിരുന്നു നേരത്തെ. അപ്പോൾ നമ്മൾ പോവല്ലേ, അപ്പോൾ അവളെ കൂടെ കൂട്ടി കൺവെൻഷൻ. മാരാമൺ എന്തിനു പോവാ? പ്രസംഗമില്ല. നമുക്ക് ആദ്യം ഈ പോകുന്ന നമുക്ക് ആദ്യം ഹെയറേ കുത്തണ്ട മേടിക്കാം അല്ലേ? അത് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് ഇറങ്ങാം. നമ്മൾ ആദ്യമായിട്ടാ തുടങ്ങുന്നതല്ലേ ഒന്ന് പോകുന്നല്ലേ അമ്മ? അങ്ങനെ അലീനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് പൊക്കി. ഇന്നത്തെ പർച്ചേസിങ് അലീനയോടെ കൂട്ടിയ കല്യാണത്തിന്റെ ലാസ്റ്റ് പർച്ചേസിങ് അല്ലേ? ഇനിയുണ്ട്. പൂവിനൊക്കെ പറയണം. പോയില്ല. കോഴഞ്ചേരി എത്തി നമ്മള്. മുത്തൂറ്റുകാരുടെ വീടാ. ഇനി ബസ് സ്റ്റാൻഡിന്റെ അവിടോട്ട് പോകണം അല്ലേ? ബസ് സ്റ്റാൻഡിന്റെ അവിടെയാണ് ഉറവശി. ഇവിടെ എല്ലാം പോലീസിനെ നിർത്തിയിട്ടുണ്ടല്ലേ? പിന്നെ ഇന്നോട്ട് ഇനി ഒരാഴ്ചത്തേക്ക് തിരക്കാം. ചേച്ചി തിരക്കാണോ? വീഡിയോ കോളിൽ വരാവോ? ഈ ചേച്ചി ഫോണിൽ ഫോട്ടോ എടുക്കാം. ഞങ്ങൾക്ക് സാധനം എടുത്തു തന്നാളാ. ഇത് നീല കളറായിരുന്നെങ്കിൽ ഇതെടുക്കായിരുന്നു അല്ലേ? സെയിം ആടാ. ഞങ്ങൾക്ക് സാധനങ്ങൾ എടുത്തു തരുന്ന അലീനയാണ്. കൊള്ളാം. ഇതൊന്ന് തുറക്കാവോ ചേച്ചി? ഇത് ഈ തുണി കണ്ടാ നീ ഇവിടുത്തെ ജോലിക്കാരിയാന്ന് പറയുകയും ചെയ്യും അല്ലേ? നീ മനഃപൂർവ്വം ഇട്ടിട്ട് വന്ന ഇവിടെ ഇവിടുത്തെ ജോലിക്കാരിയാന്ന് പറയും. കറക്റ്റ് ഡ്രസ്സും ദാണ്ട് അവരുടെ കൂട്ട്. എടുക്കട്ടെ. നല്ല രസമുണ്ടല്ലേ? ഇനി ഒരു തണല ഇടുന്ന ഇങ്ങോട്ട്. പ്രസംഗം ഉണ്ടമ്മേ. അലീനെ അറിഞ്ഞ പ്രസംഗം കേൾക്കാൻ ഞങ്ങൾ നിൽക്കത്തില്ലെന്ന്. നമുക്ക് നിൽക്കാം അമ്മേ. ഇംഗ്ലീഷ് പ്രസംഗമാ വന്നുടനെ. എന്നാ വേണ്ട, നമുക്ക് പോവാം. അമ്മ ഓടുന്നു കൺവെൻഷൻ ഇത് നിങ്ങൾ മേടിക്കാൻ.
കൺവെൻഷൻ ഗീതങ്ങൾ ഈ വേഗം ഒട്ടൊരെണ്ണം മതി. എനിക്ക് വേണ്ട. നിയോഗവും ദൈവത്തിന്റെ ശബ്ദവുമാണോ എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്ന ഏത് തരത്തിൽ എനിക്ക് അവരെ സഹായിക്കാൻ നിയോഗത്തിലൂടെയും സഹായത്തിലൂടെയുമാണ് ദൈവത്തിന്റെ ശബ്ദമാണോ യഥാർത്ഥത്തിൽ. അല്ലേ സ്ട്രോങ് ആണ്, കമ്പിയാണ്. അനങ്ങും ആൾക്കാർ ഇത്രയും പേര് കയറുന്നേ. ഇന്ന് തിരക്ക് ഇപ്പൊ തുടക്കമായോണ്ടായ തിരക്ക് കുറവ്. ഇതേലല്ലേ ഫുൾ ആള് വരുന്ന. ഇത് റെഡ് വെൽവെറ്റ് ആണ് മേടിച്ചത് ഞാന്. കേട്ടോ സ്നേഹമുള്ള ചേച്ചി. തീർക്കാൻ വേണ്ടി എനിക്ക് വേണ്ടതൊന്നും ചേച്ചി